മരണം മുഖാമുഖം കാണുന്ന ഒരു മനുഷ്യൻ, തന്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്കയിൽ അദ്ദേഹം തന്നെ പറയുന്ന ഓഡിയോ ആണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം അതിന്റെ ഒരു ഭാഗം വന്നിരുന്നു, ഇപ്പോഴിതാ കുറച്ചുകൂടി വരികയാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് നിസ്സഹായനായി പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദ സന്ദേശമാണ്. ചോദ്യം ആ വന്നടിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തോടാണ്, നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തതാണ് ഇത്. തീർച്ചയായിട്ടും ഞാൻ ആ ഭവനത്തിൽ പോയതാണ്. വേണുവിന്റെ ഭാര്യ സിന്ധുവിനെയും മക്കളെയും കണ്ടതാണ്. അവർക്ക് ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് അവർ മുക്തരായിട്ടില്ല. വേണുവിന്റെ ആദ്യ ശബ്ദ സന്ദേശത്തിൽ തന്നെ എനിക്കൊരു നായയുടെ പരിഗണന പോലും അവിടെ തന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നെഞ്ചുവേദനയുമായി വന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്നും റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നത് എന്തിനാണ്? മെഡിക്കൽ കോളേജിൽ നിന്നും അടിയന്തരമായിട്ടുള്ള മികച്ച ചികിത്സ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുന്ന ഒരാൾ 5 ദിവസമായിട്ടും ആൻജിയോഗ്രാം ചെയ്തെങ്കിൽ മാത്രമാണല്ലോ അദ്ദേഹത്തിന് ഹൃദയ ശസ്ത്രക്രിയ വേണോ മറ്റ് ചികിത്സ വേണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 5 ദിവസം ആൻജിയോഗ്രാം ചെയ്യിക്കാതെ ട്രീറ്റ്മെന്റ് നൽകാതെ അദ്ദേഹത്തെ ഈ സിസ്റ്റം കൊന്നതാണ്. ആരോഗ്യ വകുപ്പ് കൊന്നു കളഞ്ഞതാണ് ആ മനുഷ്യനെ. അദ്ദേഹം എന്തിനാണ് ആ ശബ്ദ സന്ദേശം സുഹൃത്തായ അൻവർ സാദത്തിന് വേണു പുറത്തുവിട്ടത്? കാരണം നാളെ എന്റെ അവസ്ഥ മറ്റൊരു പാവപ്പെട്ട ഒരാൾക്കുണ്ടാകരുത് എന്ന് ലോകം അറിയട്ടെ എന്ന് കരുതിയിട്ടാണ്. മന്ത്രിമാരും സർക്കാരും ഒക്കെ അവാർഡ്, പ്രശസ്തി, പ്രഖ്യാപനം, ആ പ്രഖ്യാപനങ്ങളുടെ പേരിലുള്ള ഗാനമേള, ഡാൻസ്, അതിന്റെ പിന്നാലെ വേറൊരു ലോകത്താണ് ഈ ഭരിക്കുന്നവര്. അവര് ലോകത്ത് നമ്പർ 1 ആണ്. അതിന്റെ ആഘോഷം, അതിന്റെ ഗാനമേള, ഡാൻസ്, സിനിമാ താരങ്ങളെ കൊണ്ടുവന്നുള്ള പരിപാടികൾ. ഇവിടെ പാവങ്ങൾ പാരസെറ്റാമോൾ പോലും കിട്ടാതെ, ചികിത്സ കിട്ടാതെ നരകിച്ചു മരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്രീ പി സി വിഷ്ണു അതിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് തീർത്തും ദൈന്യതയോടെ ഒരാൾ പറയുകയാണ്. അദ്ദേഹത്തെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ തന്നെ, അതായത് അദ്ദേഹം ഇങ്ങനൊരു ഓഡിയോ സന്ദേശം അയക്കണം എന്നുണ്ടെങ്കിൽ അത് 2ാം ഘട്ടമായിരിക്കും. ആദ്യം അദ്ദേഹം തന്നെ ഇതൊക്കെയും ആശുപത്രിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാകണം.